മർക്കോസിന്റെ സുവിശേഷം ആധാരമാക്കിയുള്ള ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. मरकुस से सुसमाचार से जो वचन बांटते हैं इसमें आप सबका स्वागत है। കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് മർക്കോസിന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തില് യേശുക്രിസ്തു ദൽമനൂദ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പടക് കയറിപ്പോയി തന്റെ ശിഷ്യന്മാരോടൊന്നിച്ച്. और पिछले दिन मैंने मरकुस से सुसमाचार से वचन जो बांटा, दलमुदा नामक जगह पर यीशु मसीह अपने शिष्यों को, चेलों को लेकर गया। അവിടെ പരീശന്മാർ വന്ന് യേശുവിനെ ചോദ്യം ചെയ്തതിനാൽ വീണ്ടും പടക് കയറി യേശു മടങ്ങി വരികയാണ്. और वहां पे फरीसियों लोग यीशु मसीह को आकर प्रश्न करते हैं, इसलिए यीशु मसीह वहां से वापस लौट आ रहा है। ആ സമയത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, പരീശന്മാരുടെയും ഹെരോദ്യരുടെയും പുളിച്ച മാവ് സൂക്ഷിക്കുക എന്ന് പറയുന്നു. वहां पे यीशु मसीह अपने चेलों से कहता है कि फरीसियों और न्याय शास्त्री की जो खमीर है उससे सावधान रहो। അവർക്കത് മനസ്സിലായില്ല. അവർ വിചാരിച്ചു ഞങ്ങൾ ഒരപ്പം മാത്രമേ എടുത്തുള്ളൂ, അതുകൊണ്ട് യേശു ഞങ്ങളെ ശാസിക്കുകയായിരിക്കുമെന്ന്. लेकिन ये चेलों को इस बात को समझ में नहीं आया। उन्होंने सोचा कि उनके पास रोटी कम है, इसलिए यीशु मसीह उन्हें डांट रहा है। ശിഷ്യന്മാർ യേശുവിന്റെ കൂടെ നടന്ന് എത്രയെത്ര അത്ഭുതങ്ങൾ കണ്ടിരിക്കുന്നു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നത് കണ്ടു. ഇപ്പോൾ ഈ അധ്യായത്തിൽ തന്നെ 7 അപ്പം കൊണ്ട്, കുറച്ച് മീൻ കൊണ്ട് ഏതാണ്ട് 4000-ലധികം ആളുകളെ പോഷിപ്പിക്കുന്നത് കണ്ടു. ये चेले लोग जो यीशु मसीह के साथ, उन्होंने कितने अद्भुत बातों को देखा। उन्होंने देखा कि 5 रोटी से 5000 लोगों को खिलाया, और इसी वचन में, इसी अध्याय में उन्होंने देखा कि किस प्रकार से 7 रोटी से कम 4000 लोगों से ज्यादा यीशु ने उनको खिलाया। എന്നിട്ടും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല എന്നത് വളരെ ദുഃഖകരമാകുന്ന കാര്യമാണ്. लेकिन ये बहुत दुख की बात है कि इसके बावजूद भी उनके चेलों को ये सच्चाई समझ में नहीं आ रहा। നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. എത്ര അത്ഭുതങ്ങൾ യേശുവിൽ നിന്ന് സ്വീകരിച്ചാലും പിന്നെയും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെല്ലാം പതറിപ്പോകും, സംശയിക്കും, കർത്താവേ ഞങ്ങളെ കൈവിട്ടോ എന്നൊക്കെ പ്രാർത്ഥിക്കും. हमारे जीवन में भी कई बार ऐसे होते हैं। हमारे जीवन में भी परमेश्वर बहुत से चमत्कार करने के बावजूद भी जब परेशानियों का सामना हम करते हैं, हम प्रभु से पूछते कि प्रभु क्या आपने मुझे छोड़ दिया, आप मुझे भूल गए। യേശു അതുകൊണ്ട് ശിഷ്യന്മാരോട് തെളിയിച്ച് പറഞ്ഞു, ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ട് നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? इसलिए यीशु मसीह उनसे कहता है कि मैंने ये सब तुम्हारे सामने किया है, फिर भी तुम मुझ पर विश्वास क्यों नहीं करते? ഈശോയോട് പറയുന്നുണ്ട്, നിങ്ങൾ കണ്ണുണ്ടായിട്ടും കാണുന്നില്ലല്ലോ, ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ലല്ലോ, ഓർക്കുന്നുമില്ലല്ലോ. और यीशु मसीह ने उनसे कहा कि आँख होते हुए तुमने नहीं देखा, कान होते हुए भी तुमने नहीं सुना, ഓർക്കുന്നുമില്ല. और तुम स्मरण भी नहीं करते। അപ്പോ അവരുടെ കണ്ണുകൊണ്ട് കണ്ടവരാണെന്നുണ്ടെങ്കിൽ, ചെവി കൊണ്ട് കേട്ടവരാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഓർമ്മയിൽ നിൽക്കേണ്ടതല്ലേ? അങ്ങനെ ഇവർ ഓർക്കുവാൻ പോലും കഴിയാതെ എന്തുകൊണ്ട് ഇവരിങ്ങനെ പ്രതികരിക്കുന്നു എന്ന് യേശു അവരോട് ചോദിക്കുന്നു. इनके पास आँख थे, उन्होंने देखा है, उन्होंने सुना है, और यीशु मसीह को सबसे दुख होता है कि ये स्मरण भी नहीं करते। तो इसलिए यीशु मसीह उनसे पूछता है कि तुम इन सब बातों को देखकर समझते क्यों नहीं हो? ഈ പ്രഭാതത്തിൽ അതേ ചോദ്യം തന്നെ യേശു നമ്മോടും ചോദിക്കുകയാണ്. ये सुबह के समय, प्रातः काल के समय यीशु मसीह हमसे भी यही प्रश्न पूछता है। ജീവിതത്തിലെ ഏതെങ്കിലും സാഹചര്യങ്ങളെ ചൊല്ലി നിങ്ങൾ പതറിയിരിക്കുകയാണ് എങ്കിൽ യേശു നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് കണ്ണില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വലിയ ദൈവപ്രവർത്തികളെ അവിടുന്ന് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെവിയിലെ കേൾക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? ഇതെല്ലാം ഓർമ്മയിൽ നിൽക്കുന്നില്ലേ? അവിടുത്തെ വലിയ പ്രവൃത്തികൾ അനുഭവിച്ചവർ ഇനി സംശയിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ മുൻപിൽ വന്നിരിക്കുന്ന ഈ പ്രതിസന്ധിയും അവൻ തീർത്തു തരുവാൻ വിശ്വസ്തനാകുന്ന ദൈവമാകുന്നു എന്ന് മനസ്സിലാക്കി വിശ്വസിച്ച് അവനിൽ ആശ്രയിക്കുകയല്ലേ ചെയ്യേണ്ടത്? ऐसे ही हमारे जीवन में जो प्रतिकूल, जो विषय में प्रतिकूल, जो हमारे आसपास के जब प्रतिकूल को हम सामना करते हैं और हम उस समय व्याकुल हो जाते हैं, हम बहुत ही परमेश्वर से अपने बारे में हम लोग बहुत ही कंप्लेन करते हैं, तब प्रभु यही पूछते हैं कि इतना कुछ अद्भुत काम मैंने तुम्हारे जीवन में दिखाया, फिर भी तुम ये सब स्मरण नहीं करते हो, तुम क्यों व्याकुल हो जाते हो, क्यों निराश हो जाते हो? ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ ഇത് തന്നെ സംഭവിച്ചവർ ചെങ്കടൽ കടന്നു മരുഭൂമിയിൽ വന്നപ്പോൾ അവർക്ക് ഭക്ഷണമില്ലാതെ വന്നപ്പോൾ അവർ പിറുപിറുക്കുകയാണ്.
इजरायली लोगों के जीवन में भी यही हुआ जब एक परमेश्वर ने लाल समुद्र को पार कर कर बाहर लेकर आया और उनके पास जब पानी नहीं था तो वो कुड़कुड़ाने लगे। പരാതി പറയുന്നവർ, പിറുപിറുക്കുന്നവർ, പരിഭവം വെച്ചുകൊണ്ടിരിക്കുന്നവർ, അങ്ങനെയുള്ളവരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇന്നലകളിൽ ദൈവം നിങ്ങൾക്ക് ചെയ്ത നന്മകൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സംഗ്രഹിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കൊരിക്കലും പരാതി പറയുവാൻ കഴിയത്തില്ല, പരിഭവപ്പെടുവാൻ കഴിയത്തില്ല, പിറുപിറുക്കുവാൻ കഴിയത്തില്ല. जो लोग इतने बड़े चमत्कार को देखकर भी कुड़कुड़ाते हैं, परमेश्वर के प्रति वो कंप्लेन करते हैं, तो उनका विषय को देखकर प्रभु कहता है कि अगर हम प्रभु ने हमारे जीवन में किया हुआ बातों को अगर हम स्मरण करते तो कभी हम परमेश्वर के विरुद्ध कुड़कुड़ाएंगे नहीं, शिकायत नहीं करेंगे। ഈ അധ്യായത്തിൽ 21-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. മർക്കോസിന്റെ സുവിശേഷം 8:21 യേശു അവരോട് പറയുന്നത് ശ്രദ്ധിക്കുക. യേശു അവരോട്, നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? इस अध्याय के उसका 21वां पद अगर हम ध्यान से देखेंगे तो यीशु मसीह से कहता है, क्या तुम अब भी नहीं समझते? ഇത് നമുക്കുള്ള സന്ദേശമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ, ആമേൻ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത, യേശു നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ആ പ്രവൃത്തികളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ളവരായിരിക്കണം. മാത്രമല്ല, മുൻപിൽ വന്നിരിക്കുന്ന സംഘർഷങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ പറയണം, ഇതാ ഇവിടെയും യേശു എനിക്ക് ജയം നൽകി തരുവാൻ പോകുന്നു. ये वचन आज सुबह हमारे लिए है। हम इसे वचन को ले लेना है। जब हमारे जीवन में संकट, कठिनाई आते हैं तो हमें जरूरत है कि परमेश्वर की किया हुआ कामों को हम स्मरण करें, परमेश्वर को धन्यवाद दें, और जो संकट है उसको देखकर हम कहें कि इस संकट से भी परमेश्वर मुझे बाहर निकालेगा। യെരൂശലേമിൽ ആമേന് ഒരു ദൈവപ്രവൃത്തി നടക്കുന്നു, ഗലീലയിൽ ഒരു ദൈവപ്രവൃത്തി നടക്കുന്നു, ബത്സൈദയിൽ ഒരു ദൈവപ്രവൃത്തി നടക്കുന്നു, കഫർനഹൂമിൽ ഒരു ദൈവപ്രവൃത്തി നടക്കുന്നു. ആ ഇസ്രായേലിലെ എല്ലാ കോണുകളിലും ആമേൻ യേശു ദൈവപ്രവൃത്തി ചെയ്തതിന് ശേഷവും വിശ്വസിക്കുവാൻ കഴിയാതെ ഇരിക്കുന്ന പരീശന്മാരെ പോലെയോ ന്യായശാസ്ത്രിമാരെ പോലെയോ കൂടെ നടക്കുന്ന ശിഷ്യന്മാരെ പോലെയോ നമ്മളാകരുത്. परमेश्वर का काम यरूशलेम में हो रहा है, बेतसैदा में हो रहा है, और ऐसे कई जगहों में जब होता है, वहाँ के जो फरीसी लोग हैं, जो न्यायशास्त्री लोग हैं, और यीशु मसीह के साथ चलने वाले चेले जो समझते नहीं, ऐसे हमें नहीं होना है। പഴയ നിയമത്തിൽ ചെങ്കടൽ കടന്നു വന്ന ഇസ്രായേൽ ജനം, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇസ്രായേൽ ജനം തുള്ളിച്ചാടേണ്ടതായിരുന്നു. ഭക്ഷണമില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ സന്തോഷിച്ച് തുള്ളിച്ചാടേണ്ടതായിരുന്നു. കാരണം ലോക ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ലാത്ത ഏറ്റവും വലിയൊരു അത്ഭുതമാണ് ചെങ്കടൽ വിഭജിക്കപ്പെട്ട് കടലിന് നടുവിലൂടെ നടന്നു വരിക എന്നത്. അതനുഭവിച്ചവർക്ക് മരുഭൂമിയിൽ ഭക്ഷണമില്ലാതെ വരുമ്പോൾ തുള്ളിച്ചാടണം, ഡാൻസ് ചെയ്ത് ദൈവത്തെ സ്തുതിക്കണം. എന്തുകൊണ്ട്? കർത്താവ് മറ്റൊരു വലിയ അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ചെങ്കടൽ വിഭജിച്ചതിനെക്കാട്ടിലും വലിയൊരു അത്ഭുതം ചെയ്യുവാൻ പോകുന്നു എന്നത് മനസ്സിലാക്കി തുള്ളിച്ചാടേണ്ടവരായിരുന്നു പിറുപിറുത്തത്. ആമേൻ. അവരെ പോലെ നമ്മളാകരുത്. जैसे पुराने नियम में हम देखते हैं कि इस्राएली लोग जब वो लाल समुद्र को पार होकर आए, जैसे मैं बार बार कहता हूँ, उन्हें ये चाहिए था, जब उनके खाने की कमी हुई तो उन्हें ये चाहिए था कि वो नाचे, कूदे, परमेश्वर के सामने आनंदित हो, क्योंकि उनके जीवन में उन्होंने देखा परमेश्वर ने कितना बड़ा अद्भुत काम किया। इतिहास में इससे पहले कभी ऐसा काम नहीं हुआ कि कोई नदी या कोई समुद्र उसको फाड़ कर लोगों को उनके बीच से निकाले। तो जब उनके सामने समस्या आया कि उनके पास खाना नहीं है, तो उन्हें चाहिए था कि और वो आनंदित हो कि परमेश्वर के बड़े काम को वो देखने जा रहे हैं। ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്ക് അതുപോലെ സന്തോഷിക്കാം. നമ്മുടെ എല്ലാവിധമാകുന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും നോക്കിക്കൊണ്ട് നമുക്ക് തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശു വലിയൊരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. യേശു വലിയൊരു അത്ഭുതം ചെയ്യുവാൻ പോകുന്നു. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരുക. आइए आज के सुबह भी हमारे सामने जो जो संकट है, जो जो कठिनाई है, उसको देखकर भी आनंदित हो, और इस प्रकार से कहीं, हाँ प्रभु यीशु मेरे साथ है, इस कठिनाई के बीच में भी प्रभु मेरे लिए रास्ता खोल देगा। हमें चाहिए कि हम हालेलुया बोले, पुकारे, आनंदित करें, परमेश्वर की आराधना स्तुति करें। ആമേൻ. ഈ യാത്ര, പടകിലുള്ള യാത്ര, ദൽബനൂദ ദേശത്തു നിന്ന് യേശു ശിഷ്യന്മാരും മടങ്ങി വരികയാണ്. അവര്
ബത്സയിദയിലാണ് എത്തിച്ചേർന്നത്. और दलमुदा से वापस उन लोग बत्सैदा वापस आते हैं 22ാമത്തെ വാക്യത്തിൽ അവർ ബത്സയിദയിൽ എത്തിയപ്പോൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. और 22वां पद में हम देख सकते हैं कि वो बत्सैदा पहुंचे കഫർനഹൂമിന്റെ തെക്ക് ഭാഗമാണ് ബത്സയിദ എന്ന് പറയുന്നത്. और कफरनहूम का साउथ पार्ट है बत्सैदा. ഞാൻ പറഞ്ഞല്ലോ ഗലീല കടൽ ഇങ്ങനെ ഒരു വൃത്താകൃതിയിൽ കിടക്കുന്ന ഒരു കായലാണ്. जैसे कि मैंने कहा कि गलीला जो झील है वो एक सर्कल में पड़ा हुआ एक झील है. അതിന്റെ കിഴക്ക് ഭാഗത്തായിട്ടുള്ള പട്ടണങ്ങളാണ് കഫർനഹൂം, ബത്സയിദ, തിബെരിയാസ്, ഇങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ കിഴക്ക് ഭാഗത്താണ്. और उसके एक साइड में तिबिरियास और കഫർനഹൂം, ബത്സയിദ ऐसे गांव हैं. അതിന്റെ പടിഞ്ഞാറ് വശമാണ് കടലിന്റെ പടിഞ്ഞാറ് വശമാണ് ദക്കപ്പൊലി, മഗ്ദല. ഇപ്പൊ പറഞ്ഞ ദൽമനൂദ എന്ന് പറയുന്നത് മഗ്ദലയാണ് എന്ന് ഉറപ്പാണ്. ആ ഭാഗങ്ങളൊക്കെയും അതിന്റെ പടിഞ്ഞാറ് വശത്താകും. और उसके जो उसके वेस्ट, उसके जो वेस्ट में है दलमुदा और उसको मगदली भी कह सकते हैं और डेकापोली, ये सब जगह है. ആമേൻ. സോ ബത്സയിദയിൽ ഇവർ എത്തിച്ചേരുമ്പോൾ, യേശുവും ശിഷ്യന്മാരും എത്തിച്ചേരുമ്പോൾ 22ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ ബത്സയിദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവർ കാണുകയാണ്. ആമേൻ. യേശുവിന്റെ അരികിൽ ഒരു കുരുടനെ കൊണ്ടുവരുന്നു. അവന്റെ അടുക്കൽ ഒരു കുരുടനെ കൊണ്ടുവന്നിട്ട് ആ കുരുടനെ സൗഖ്യമാക്കണമേ എന്ന് യേശുവിനോട് ആവശ്യപ്പെടുന്നു. और जब बेतसैदा में वो आते हैं, उनके पास एक अंधे व्यक्ति को लेकर आते हैं और यीशु मसीह से निवेदन करते कि वो उनको चंगा करे. ദൽമനൂദയിൽ ഇതേപോലെയുള്ള അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടതായിരുന്നു. दलमुदा में भी इसी प्रकार के चमत्कार होने वाला. എന്നാൽ പരീശന്മാര് ചോദ്യം ചെയ്ത് യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് അവരൊരു തടങ്കൽ പാറയായി തീർന്നു. लेकिन वहां के न्यायशास्त्री लोगों ने यीशु मसीह को प्रश्न किया और यीशु मसीह के जो कार्य को उन्होंने वहां रोक दिया. ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ തടസ്സം സൃഷ്ടിച്ചാൽ യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു തടസ്സമേ ആകത്തില്ല. യേശു ആമേൻ ദൽമനൂദയിൽ നടന്നില്ല എങ്കിൽ ബത്സയിദയിൽ യേശു അത്ഭുതം ചെയ്യാൻ വിശ്വസ്തനാകുന്നു. अगर कोई यीशु मसीह की सेवकाई में रोक भी लेकर आता है तो उससे यीशु मसीह के सेवकाई को प्रभाव नहीं करता. अगर दलमुदा में नहीं हुआ तो वो बेतसैदा में होगा. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ആമേൻ, ഈ ഭാഗം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ വരികയാണ് എങ്കിൽ അതുകൊണ്ട് ശുശ്രൂഷ അവസാനിക്കുകയില്ല. ആ തടസ്സങ്ങൾക്ക് അപ്പുറത്ത് ദൈവം പ്രവർത്തിക്കുവാൻ വിശ്വസ്തനാണ്. ഒരു ദേശത്ത് തടസ്സം വന്നു കഴിഞ്ഞാൽ മറ്റൊരു ദേശത്തിന്റെ വാതിൽ തുറക്കപ്പെടും. अगर आपकी सेवकाई में कुछ रुकावट आ जाते एक जगह में तो कभी घबराना नहीं है, कभी अपनी सेवकाई को रोकना नहीं है, क्योंकि अगर एक जगह हमारे दरवाजा बंद हो जाते हैं, प्रभु दूसरे दरवाजों को दूसरे देशों में सेवकाई के लिए प्रभु जरूर खोल देगा. ബത്സയിദയിൽ കണ്ട ഈ കുരുടന് വേണ്ടി യേശു പ്രാർത്ഥിക്കുമ്പോൾ 23ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അവൻ കുരുടന്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ച് നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് പറഞ്ഞു. और उसके 23वें पद में हम देख सकते हैं वह अंधे को हाथ पकड़कर उस गांव से बाहर ले गया और उसकी आंखों में थूकर उस पर अपना हाथ रखा और उससे पूछा, क्या तुझे कुछ दिखाई दे रहा है? യേശുവിന്റെ ശുശ്രൂഷയുടെ ചില പ്രത്യേകതകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. രോഗികളെ സൗഖ്യമാക്കുമ്പോൾ തന്നെ ഒരേപോലെ അല്ല എല്ലാവർക്കും വേണ്ടി യേശു പ്രാർത്ഥിക്കുന്നത്. यहाँ पे भी हम देख सकते हैं यीशु मसीह की सेवकाई में जो खूबियां है, एक ही तरह से नहीं करते यीशु मसीह अपनी सेवकाई. ഈ കുരുടന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തന്നെ പല കുരുടന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചരിത്രങ്ങൾ നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഓരോ പ്രാവശ്യവും വ്യത്യസ്തമായിട്ടാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. और ये अंधे लोगों के लिए प्रार्थना करना कई अंधों के लिए भी यीशु मसीह सुसमाचार में प्रार्थना किया हुआ लिखा गया है. हम देख सकते हैं कि हर एक बार वो विभिन्न प्रकार से वो करते थे. യോഹന്നാന്റെ സുവിശേഷം 9ാമത്തെ അധ്യായത്തിൽ ജന്മനാ കുരുടനാകുന്ന ഒരു മനുഷ്യന് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്. യോഹന്നാ के सुसमाचार उसके 9वें अध्याय में जन्म से लेकर अंधा हुआ व्यक्ति के लिए यीशु मसीह प्रार्थना करता है. ആ സമയത്ത് യേശു നിലത്തെ മണ്ണെടുത്തതിന് ശേഷം അതിൽ തുപ്പി അതുകൊണ്ട് കുഴച്ചതിന് ശേഷം അവന്റെ കണ്ണിൽ പുരട്ടുകയാണ്. वहां पे हम देख सकते हैं यीशु मसीह ने नीचे से मिट्टी लिया, मिट्टी में थूप कर उसको मलम के जैसे बनाकर उस व्यक्ति के आंख पे लगाया. എന്നിട്ട് അവനോട് പറഞ്ഞു, നീ ശിലോഹ കുളത്തിൽ പോയിട്ട് നിന്റെ കണ്ണ് കഴുകാൻ പറഞ്ഞു. और उससे कहा कि शिलो जो कुआं है उसके पास जाकर अपने आंखों को धो. ഈ ബർത്തലമായി യേശുവിന്റെ അരികിൽ വരുന്നുണ്ട്. എന്റെ കണ്ണ് സൗഖ്യമാക്കണമേ, എന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറയുന്ന സന്ദർഭത്തിൽ അവിടെ പ്രത്യേകിച്ച് കർത്താവ് ഒന്നും ചെയ്തില്ല.
അവന്റെ കണ്ണങ്ങ് തുറക്കുകയാണ്. लेकिन बर्तुलमाई जब यीशु मसीह के पास आता है और चिल्लाकर कहता है कि मुझे आंखों को खोल, मुझे मेरे अंधेपन को हटाओ, मेरे आंखों में दिखाई देने लगो, तो यीशु मसीह वहां खास कर कुछ नहीं करता. രോഗശാന്തി ശുശ്രൂഷയിൽ പ്രയോജനപ്പെടേണ്ടവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ചില സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവ് നിയോഗം തരും. ഇന്ന നിലയിൽ പ്രാർത്ഥിക്കുക, ഇത് ചെയ്യുക. ആ നിയോഗം അനുസരിക്കുവാൻ അങ്ങനെയുള്ളവർ തയ്യാറാകണം. और खासकर जो हीलिंग मिनिस्ट्री में जो होते हैं वो ये खासकर ध्यान रखें. जब आप सेवकाई करते हैं तो पवित्र आत्मा आपको ऐसे कई बार ऐसे इंट्यूशंस देंगे कि इस प्रकार से करना है. तो पवित्र आत्मा किस प्रकार से हमें अगवा करता है उसी बात की जैसे हमें करना है. ഇവിടെ ഈ ബത്സയിദയിലെ കുരുടന് വേണ്ടി യേശു പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തില് അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ചു. രണ്ട് കാര്യങ്ങളാണ് യേശുവോട് ചെയ്യുന്നത്. इस बेतसैदा में जो ये अंधा व्यक्ति है, इसके लिए यीशु मसीह क्या करता है? उसके आंखों में थूका और अपना हाथ उस पर रखा. അവനെ ആദ്യമായിട്ട് കർത്താവ് കൈക്ക് പിടിച്ച് ഊരിന് പുറത്തു കൊണ്ടുപോയി. और उससे पहले उसको अपने गांव से वो निकालकर, हाथ पकड़कर उसको निकालकर बाहर ले गया. അതിനുശേഷമാണ് അവന്റെ കണ്ണിൽ തുപ്പുന്നത്. उसके बाद उसके आंखों में थूका. അതിനുശേഷം അവന്റെ മേൽ കൈവച്ച് और उसके बाद उसके ऊपर हाथ रखकर അവനോട് ചോദിക്കുന്നു, നീ വല്ലതും കാണുന്നുണ്ടോ? और उससे पूछता है कि क्या तुम्हें कुछ दिखाई देता है? ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ സമയത്ത് അവൻ മറുപടി പറയുകയാണ്. അപ്പോൾ അവന്റെ കണ്ണ് ഭാഗികമായി തുറക്കപ്പെടുകയാണ്. അവൻ നോക്കിയിട്ട് പറയുന്നു, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ. तब वो व्यक्ति उत्तर देता है, हाँ मैं मनुष्य को देखता हूँ, परंतु वो बड़े चलते फिरते पेड़ों के समान दिखाई देता है. അവൻ കാണുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് കാണുന്നില്ല. वो देख तो रहा है लेकिन साफ तरीके से वो नहीं देखता. ചിലരുടെ ആത്മീക ജീവിതം പോലെയാണിത്. ये किसी लोगों के आत्मिक जीवन की तरह है. യേശുവിന്റെ സ്പർശനം സ്വീകരിച്ചതിന് ശേഷവും वो यीशु मसीह के स्पर्श को ले लिया है, प्राप्त किया है, കാണേണ്ടതുപോലെ അവർക്ക് കാണാൻ കഴിയുന്നില്ല. लेकिन जिस प्रकार से उन्हें देखना है उस प्रकार से वो देख नहीं सकते. അങ്ങനെയുള്ളവരാണ് വ്യാകുലതയിലും ആകുലതയിലും ഒക്കെ ജീവിക്കുന്നത്. ऐसे लोग हर दम व्याकुल होते हैं, हर एक बातों के लिए चिंता करते हैं. ഇപ്പൊ ഈ മനുഷ്യനെ മരങ്ങളെ പോലെ കാണുകയാണ്. अभी ये व्यक्ति के बारे में देख लीजिए, ये मनुष्य को पेड़ों की तरह देखता है. അതേപോലെ ചില ദൈവമക്കളുണ്ട്, അവരുടെ മുൻപിലുള്ള പ്രശ്നങ്ങളെ, ചെറിയ പ്രശ്നങ്ങളെ അവർ വലിയ പർവ്വതം പോലെ കാണും. और ऐसे कई मसीह लोग हैं जो उनके सामने छोटा सा विषय होगा लेकिन उनको बहुत बड़ा कर देखते हैं. നിന്റെ കാഴ്ചശക്തിക്ക്, ആത്മീയ കാഴ്ചശക്തിക്ക് കുഴപ്പമുള്ളത് കൊണ്ടാണ് നീ അങ്ങനെ കാണുന്നത്. आपके जो आत्मिक जो देखने की जो क्षमता है उसमें कुछ हानि है, इसी के कारण आप ऐसे देखते हैं. വലിയ വലിപ്പമുള്ള പർവ്വത സമാനമാകുന്ന പ്രശ്നങ്ങളെ അഭിഷേകമുള്ളവർ ചെറിയ പ്രശ്നമാക്കി കാണും. जो अभिषेक से भरे हुए लोग हैं वो बड़े पर्वत के समान समस्याओं को भी बहुत छोटा निसारण रूप से देखता है. ആമേൻ. തിരിച്ച് ആമേൻ, പരിശുദ്ധാത്മാവിൽ ജീവിക്കാത്തവർ അവരുടെ മുൻപിലുള്ള ചെറിയ പ്രശ്നങ്ങളെ വലിയ പർവ്വതങ്ങളെ പോലെ അവർ കാണും. लेकिन जो लोग पवित्र आत्मा पर पूरा भरोसा करते हुए नहीं जीते, उनके सामने छोटे समस्या को भी वो बड़ा कर देते हैं. ഇവന് ഈ മറുപടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു ഒരു സെക്കൻഡ് ടച്ച് കൊടുക്കുകയാണ്. 25-ാം വാക്യത്തിൽ, പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈവച്ചാറെ അവൻ സൗഖ്യം പ്രാപിച്ചു മിഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു. और उसके 25वें पद में हम देख सकते हैं, तब उन्हें पुनः उसकी आंखों पर हाथ रखा और वो बड़ी उत्साह से देखने लगा और उससे फिर से दृष्टि प्राप्त हो गया. 26-ാം വാക്യത്തിൽ, നീ ഊരിൽ കടക്ക പോലും അരുത് എന്ന് പറഞ്ഞ് അവനെ വീട്ടിലേക്ക് അയച്ചു. और 26वां पद में लिखा है, यीशु मसीह ने उससे कहा, तू अपने गांव पर फिर ना पैर रखना. ഈ പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ജീസസ് നിങ്ങൾക്കൊരു സെക്കൻഡ് ടച്ച് തരുവാൻ ആഗ്രഹിക്കുകയാണ്. ये प्रातः काल में आपसे कहना चाहता हूं कि यीशु मसीह आपको एक दोबारा आपको छूना चाहता है. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു സെക്കൻഡ് ടച്ചിനെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുവാൻ പോകുകയാണ്. पवित्र आत्मा आपको एक दोबारा स्पर्शन देना चाहता है. യേശുവിൽ നിന്നൊരു സ്പർശനം സ്വീകരിച്ചതിന് ശേഷവും यीशु मसीह से आप एक स्पर्श को पाने के बाद നിങ്ങൾക്ക്
ലഭ്യമാകേണ്ട സ്വാതന്ത്ര്യം ഇതുവരെ ലഭ്യമായിട്ടില്ല എങ്കിൽ, अगर अभी तक आपके जीवन में आपने उस आजादी को, स्वतंत्रता को महसूस नहीं किया है, കർത്താവ് ഒരു സെക്കൻഡ് ടച്ച് നൽകി തരുവാൻ പോകുകയാണ്. प्रभु आपको एक दूसरे बार आपको स्पर्श करना चाहता है. നമ്മുടെ കർത്താവ് മനസ്സലിവുള്ള കർത്താവാണ്. हमारा प्रभु वो दयालु परमेश्वर है. അവിടുത്തെ സ്പർശനം സ്വീകരിച്ചിട്ടും വിടുതൽ പ്രാപിക്കുവാൻ അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയാതെ ഇരിക്കുന്നവരെ യേശു കൈവിടുകയില്ല. और जो लोग यीशु मसीह उनको छुआ लेकिन उनके जीवन में पूरा छुटकारा नहीं हुआ है, उनको प्रभु कभी नहीं छोड़ेगा. ഈ മനുഷ്യന് വേണ്ടി യേശു അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചില്ലേ? अब देखिए, इस व्यक्ति के लिए भी यीशु मसीह ने उसके आंखों में थूका, उसकी शरीर पर हाथ रख के प्रार्थना किया. എന്നിട്ടും അവൻ മനുഷ്യരെ മരങ്ങളെ പോലെയാണ് കാണുന്നത്. उसके बावजूद भी ये व्यक्ति मनुष्य को पेड़ों की तरह देख रहा था. യേശു അവനെ ശാസിച്ചിട്ട് യേശുവോടൊന്ന് പോയോ? നിനക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടത് ചെയ്തു, നീ കണ്ടില്ലെന്നുണ്ടെങ്കിൽ എനിക്കിനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് യേശു പോയോ? क्या यीशु मसीह उसे छोड़कर चला गया? उस यीशु मसीह ने क्या उससे कहा कि मैंने जो मुझे करना था किया, अभी तुम्हें चंगाई नहीं मिल रहा है, उसे छोड़ के क्या वो वापस किया यीशु मसीह? ഇല്ല. യേശു അവന് വേണ്ടി അവന്റെ ശരീരത്തിൽ ആ വിടുതൽ പൂർണ്ണമാകുവാൻ വേണ്ടി അവനെ വീണ്ടും തൊട്ടതുപോലെ, ഒരു സെക്കൻഡ് ടച്ച് കൊടുത്തതുപോലെ. അതാണ് യേശുവിന്റെ സമീപനം. നമ്മുടെ ഭാഗത്ത് വീഴ്ചകൾ വന്നാലും നമ്മെ കൈവിടുകയില്ല. വീണ്ടും ഒരു സെക്കൻഡ് ടച്ച് തന്ന് നമ്മളെ എഴുന്നേൽപ്പിക്കുവാൻ, നമ്മെ പൂർണ്ണമാക്കുവാൻ, നമ്മെ വിടുവിക്കുവാൻ, സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. यीशु मसीह उसको छोड़कर नहीं गया, फिर से दोबारा उसको छुआ. उसकी जब तक चंगाई पूरा नहीं था, यीशु मसीह उसके साथ था. इसी प्रकार यीशु मसीह हमारे साथ भी है. अगर हमारे जीवन में वो पूरा स्वतंत्रता हम नहीं प्राप्त करते, हमारे छुटकारा पूरा नहीं हुआ, यीशु मसीह हमें कभी छूटकर नहीं जाता. हमारे साथ मिलकर रहकर हमारी भलाई के लिए, हमारी छुटकारे के लिए प्रभु हमारे लिए काम करता है. ഈ പ്രഭാതത്തിൽ യേശു നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ പ്രവർത്തിക്കുവാൻ പോകുകയാണ്. और ये सुबह के वक्त भी प्रभु आपके लिए भी ऐसा ही करने जा रहा है. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് വായിക്കുന്നത് പോലെ. और जैसे वचन में कहता है, परमेश्वर ने जो अच्छा काम आपके जीवन में किया है, वो अंत तक उसको सुंदरता में आपको करता ही रहेगा. അവിടുന്ന് നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ടച്ച് നൽകി തരുവാൻ പോകുകയാണ്. प्रभु आपको एक दूसरा स्पर्श देना चाहता है. Hallelujah, glory to Jesus. Amchabala katura banakatana dekalkara. കരകളടിച്ച് അന്യ ഭാഷയിൽ സംസാരിക്കുക. ആത്മസാന്നിധ്യം ഞാൻ ताली बजाते हुए आत्मा में परमेश्वर की आराधना करें, मैं परमेश्वर की उपस्थिति को महसूस करता ജഗല हूं. ബദുര ജന വിയാന്തര ഗൽബറകബനി അന്തോബര ദിവികസ്കതന ദുരബല കദുര ജന ആതുബർഥന ദികൽകര റുധാന ബഗല ചരബകദിനി യാലവദുര ബഗനദി അർധന ദികൽമന ദികർത്തന. ഒരു സെക്കൻഡ് ടച്ച് നിങ്ങൾക്ക് ലഭ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. मेरे साथ प्रार्थना करें जो लोग चाहते हैं कि उन्हें एक दूसरा स्पर्शन चाहिए. ആമേൻ. ഈ പ്രക്ഷേപണം കേൾക്കുന്ന എല്ലാവരെയും, ഈ പ്രക്ഷേപണം കാണുന്ന എല്ലാവരെയും കർത്താവ് ഇപ്പോൾ സ്പർശിക്കണമേ. प्रभु जो प्रभु आपके वचन को सुनते हैं, उन सबको आप आशीष दे प्रभु. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്ഭുതം ചെയ്യണമേ. उनके जीवन में आप अद्भुत काम को करें. ഇന്നത്തെ ദിവസം ഒരു വലിയ അത്ഭുതത്തിന്റെയും വിജയത്തിന്റെയും വിടുതലിന്റെയും സൗഖ്യത്തിന്റെയും ഉയർച്ചയുടെയും ദിവസമായി തീരട്ടെ. प्रभु आज का दिन उनके जीवन में बहुत ऊंचाई का, आशीष का, अनुग्रह का दिन बना दे. യേശു പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. यीशु मसीह अपने जनों के लिए बहुत अद्भुत करने जा रहा है, इसके लिए ഈ धन्यवाद. പ്രിയപ്പെട്ടവരെ പിതൃപുത്ര പരിശുദ്ധാത്മനാമത്തിൽ അനുഗ്രഹിക്കുന്നു. आपके जन को पिता, पुत्र, पवित्र आत्मा के नाम से आशीष देते हैं, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. यीशु मसीह के नाम से. Amen. Praise the Lord. Hallelujah. ബുധനാഴ്ച നൈറ്റ് പ്രെയർ ഉണ്ട്. അതിന്റെ ID ഈ മാധ്യമത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭ്യമാണ്. और बुधवार रात को नाइट प्रेयर है, उसका आईडी आपको इसी माध्यम से मिल सकता है. ഈ പ്രഭാതത്തിൽ ഞങ്ങളോടുകൂടെ ജോയിൻ ചെയ്ത എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. और ये सुबह के समय जितने लोग हमारे साथ जुड़े, आप सबको प्रभु आशीष दे. प्रभु आशीष